ഗബ്രിയേൽ ഒക്കാര എന്ന നൈജീരിയൻ പോയറ്റിൻ്റെ വേർ ഐ ടു ചൂസ് എന്നുള്ള പോയമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പോയം ബൈബിളിക്കൽ റെഫറൻസോട് കൂടിയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോയം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ബൈബിളിലെ 3 പേരെ അറിയേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ആഡം. ഓക്കെ, ആഡം ആൻഡ് ഈവിലെ ആഡമാണ് ഫസ്റ്റ് ജനറേഷൻ. ആഡമിന് ശാപം കിട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആഡം ഭൂമിയിലേക്ക് വരുന്നത് അല്ലേ. ഗോഡിനെ ഡിസോബ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഭൂമിയിലേക്ക് വരുന്നു. ഭൂമിയിൽ കഷ്ടപ്പെട്ട് ജോലികൾ ചെയ്യുന്നു അല്ലേ. കല്ലുകളൊക്കെ മുറിച്ചും ഒക്കെ വെട്ടിയൊക്കെയാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ജനറേഷനായിട്ട് വരുന്നത് അദ്ദേഹത്തിൻ്റെ മക്കളാണ്. കെയ്നാണ് അദ്ദേഹത്തിൻ്റെ മകൻ. അപ്പോൾ കെയ്ൻ എന്ന് പറയുന്നത് ഭൂമിയിലെ ആദ്യത്തെ മേർഡറാണ്. ഓക്കെ, ആദ്യത്തെ കൊലയാളിയാണ്. അപ്പോൾ അത് കണ്ട് ഇല്ലെങ്കിൽ അതറിഞ്ഞ് ഗോഡ് കെയ്നെ ശപിക്കുന്നുണ്ട്. ഓക്കെ, ശപിക്കുന്നതെന്ന് വെച്ചാൽ നീ ഒരിക്കലും സമാധാനത്തോടെ നിനക്ക് ജീവിക്കാൻ പറ്റാതെ ആവട്ടെ എന്നുള്ളതാണ് അദ്ദേഹത്തിന് കിട്ടിയ ശാപം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ബാബൽ എന്ന് പറയുന്ന ഒരു സിറ്റിയാണ്. ഓക്കെ, ബാബൽ സിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഹെവനിലേക്ക് ഒരു ടവർ കെട്ടുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ടവർ ഉണ്ടാക്കുക എല്ലാവരും കൂടി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എബൌട്ട് യൂണിറ്റി. അപ്പോൾ ഗോഡ് ഇതറിഞ്ഞ് അവരെ ശപിക്കുകയുണ്ടായി, ആ ജനങ്ങളെ ശപിക്കുകയുണ്ടായി. അങ്ങനെ ആ ബാബലിലുള്ള ജനങ്ങൾക്കെല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഭാഷ ഉണ്ടാക്കി കൊടുത്തു. ഓക്കെ, ലാംഗ്വേജ് ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ പരസ്പരം മനസ്സിലാവാനാകാതെ അവർ ഓരോരുത്തരും നാട് വിട്ട് വേറെ സ്ഥലങ്ങളിൽ പോയി ജീവിക്കാൻ വേണ്ടി തുടങ്ങി. ഇതാണ് ബൈബിളിലെ 3 സംഭവങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് വളരെയധികം കണക്റ്റഡാണ് ഈ പോയം. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇതാദ്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി ഈ പോയത്തിൽ പറയുന്നത് ഇല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് വെച്ചാൽ ഇത് ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ്. ഓക്കെ, അപ്പോൾ കൊളോണിയലിസം നൈജീരിയ അല്ലെങ്കിൽ ആഫ്രിക്കൻ കൺട്രീസിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മളെ ഇന്ത്യയെ ഇൻഫ്ലുവൻസ് ചെയ്തപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ വിലപിടിപ്പുള്ള ഇല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തു, നമുക്ക് ലാംഗ്വേജ് തന്നു അല്ലേ. എന്നിരുന്നാലും നമ്മൾ നമ്മുടെ ഭാഷയെ മുറുകെ പിടിക്കേണ്ടായി അല്ലേ. നമ്മൾ ഓരോരുത്തരും ഓരോ ഭാഷ സംസാരിക്കുന്നവരായി നമ്മൾ സ്വതന്ത്രമായിട്ട് നമ്മുടെ നാട്ടിൽ നിൽക്കുകയാണ്. പക്ഷേ ആഫ്രിക്കൻ കൺട്രീസിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അവിടുത്തെ ജനങ്ങളെ സ്ലേവ്സ് ആയിട്ടാണ് ആര് കണ്ടിരുന്നത്, ഈ ഫോറിനേഴ്സ് കണ്ടിരുന്നത് അല്ലേ, കോളനൈസേഴ്സ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കൾച്ചർ വളരെ മോശമാണെന്നും അതുകൊണ്ട് തന്നെ അവരെ ഇംഗ്ലീഷ് ഭാഷ അല്ലെങ്കിൽ ഫോറിനേഴ്സിൻ്റെ ലാംഗ്വേജ് പഠിപ്പിക്കുകയും അവരുടെ കൾച്ചർ ഇല്ലെങ്കിൽ അതിനെ വളരെയധികം ഡിഗ്രേഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ കൊളോണിയലിസത്തിന് ശേഷം അവിടുത്തെ ജനങ്ങൾക്ക് തോന്നലുണ്ടായി ഞങ്ങൾ ഏത് ചൂസ് ചെയ്യണം. അതായത് ഇപ്പോൾ ഇംഗ്ലീഷ് ഇൻഫ്ലുവൻസ് ആണെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണോ അതോ ഞങ്ങളുടെ ട്രൈബൽ ലാംഗ്വേജ് പഠിക്കണോ. അപ്പോൾ കൊളോണിയലിസം പോസ്റ്റ് കൊളോണിയലിസം ആ ഒരു കൺഫ്യൂഷനാണ് ഈ പോയറ്റിനെ നമുക്ക് മൊത്തമായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെ സ്പീക്കറായിട്ടുള്ള നമ്മുടെ പോയറ്റ് ഇതേ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. വിച്ച് ഐഡൻറ്റിറ്റി ഷുഡ് ഐ ചൂസ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെയും ഒരു സംശയം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ തീം വരുന്നത് കേട്ടോ. ദ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ്, ഐഡൻറ്റിറ്റി ക്രൈസിസ്, അതുപോലെ ആഫ്രിക്കൻ യൂറോപ്യൻ ആ ഒരു അമാൽഗമേഷൻ ഓഫ് കൾച്ചർ, ഇതൊക്കെ. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്തുണ്ടാവുന്നില്ല, ജനങ്ങളുടെ ഇടയിൽ യൂണിറ്റി ഉണ്ടാവുന്നില്ല അല്ലേ. ഇപ്പോൾ ഇംഗ്ലീഷ് ചൂസ് ചെയ്തുകൊണ്ട് എല്ലാവരും ഇംഗ്ലീഷ് ചൂസ് ചെയ്യണമെന്നില്ല. അപ്പോൾ അതുപോലെ കുറേ ട്രഡീഷനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും, കുറേ പേര് മോഡേണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ മോഡേണിറ്റി വേഴ്സസ് ട്രഡീഷൻ എന്നുള്ളൊരു കോൺഫ്ലിക്റ്റും നമുക്ക് ഈ ഒരു കവിതയിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇതാണ് ജനറൽ ഇൻട്രൊഡക്ഷൻ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ ഈ പോയം നിങ്ങൾക്ക് വളരെയധികം ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, പോയം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. വെൻ ആഡം ബ്രോക്ക് ദ സ്റ്റോൺ ആൻഡ് ദ റെഡ് സ്ട്രീംസ് റേജ് ഡൗൺ ടു ഗ്യാദർ ഇൻ ദ വോം ആൻഡ് ഏഞ്ചൽ കാം ദ സ്റ്റോം. ഒരു ബൈബിളിക്കൽ ഒരു സെൻറ്റൻസ് ആണ് അല്ലെങ്കിൽ ഒരു റെഫറൻസ് ആണ് പറയുന്നത്. എന്താണ് ആഡം ബ്രോക്ക് ദ സ്റ്റോൺ. ആഡം ഭൂമിയിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഗോഡിനെ ഡിസോബ് ചെയ്തുകൊണ്ട് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദ റെഡ് സ്ട്രീംസ് റേജ്ഡ് ഡൗൺ ഗ്യാദർ ഇൻ ദ വോംബ്. അതുപോലെ എന്ത് ചെയ്തു, ആ റേജ് ഇല്ലെങ്കിൽ അതൊക്കെ ചേർന്ന് എന്ത് ചെയ്തു, ഭൂമിയിലെ വോംബിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന പോലെ അതെന്ത് ചെയ്തു, ആ ഒരു ഫിയോ അല്ലെങ്കിൽ ആ ഒരു റെഡ് സ്ട്രീം അത് വോംബിലേക്ക് ഏർത്തിൻ്റെ നടുവിലേക്കായിട്ട് വന്നു. ഇതൊക്കെ ഈ ഒരു കൊടുങ്കാറ്റും ഇതൊക്കെ ശമിക്കുന്നത് ഏഞ്ചലിൻ്റെ ഇൻഫ്ലുവൻസോട് കൂടിയിട്ടാണ്. അതുപോലെ ആഫ്രിക്കയിലെ ജനങ്ങൾ സ്ലേവ്സ് ആയിട്ടാണ് ഉണ്ടായിരുന്നത് അല്ലേ. ആഡമിനെ പോലെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് യൂറോപ്യൻസിൻ്റെ അടിമകളെപ്പോലെ ജോലി ചെയ്താണ് അവരുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അവർക്കും എന്തുണ്ടായിരുന്നില്ല, ഒരു സമാധാനമോ ഇല്ലെങ്കിൽ അവരും കേഴ്സ്ഡ് പോലെ ആഡമിനെ പോലെ കേഴ്സ് നേരിടുന്ന ആൾക്കാരാണെന്ന് അവർക്ക് തോന്നി. ആൻഡ് the breath mewed in Cain, unblinking gaze at the world without from the brink of an age that rose from the groping lips, a breast muted cry to the thread the ears, oh, were I to choose. എന്താണ്
ആൻഡ് ഇവിടെ എന്ന് പറയുന്നത് പോയറ്റ് മാത്രമല്ല, ദ ട്രൈബ് മൊത്തമാണ്. ഓക്കെ, അത് ആഫ്രിക്കൻ പീപ്പിൾ എന്നുള്ള ഒരു ഇതാണ്, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓഫ് ആഫ്രിക്ക എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ബ്രെത്ത് മ്യൂഡ് ഇൻ കെയിൻ അൺബ്ലിങ്കിങ് ഗേസ് അറ്റ് ദ വേൾഡ് വിത്തൗട്ട് ഫ്രം ദ ബ്ലിങ്ക് ഓഫ് ആൻ ഏജ് എന്നാണ് ഇവിടെ ആഫ്രിക്കയിലെ ജനങ്ങൾ. ആൻഡ് ഞാനും എന്തിൻ്റെ ഭാഗമാണ്? ഈ ഗോഡിൻ്റെ ശാപത്തിനിരയാണ് അല്ലേ. കെയിൻ എന്താ ചെയ്തത്? ഹീ കിൽഡ് ഹിസ് ബ്രദർ ആൻഡ് ഹീ ബിക്കം ദ ഫസ്റ്റ് മർഡറർ ഇൻ ദ വേൾഡ്. ഓക്കെ, അതായത് ഭൂമിയിലെ ആദ്യത്തെ കൊലയാളിയായി, അല്ലെങ്കിൽ അങ്ങനെ ശാപം ലഭിച്ച ആളാണ് കെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കെയിൻ്റെ ശാപം കാരണം അവന് കിട്ടിയത്, ഗോഡ് അവനോട് പറഞ്ഞത്, അവനെ കേഴ്സ് ചെയ്ത് ഇങ്ങനെയാണ്, നീ ഒരിക്കലും പീസ്ഫുള്ളായിരിക്കില്ല. അതുപോലെ ജനറേഷൻസ്, ഒരു ജനറേഷൻ അനുഭവിച്ചതിൻ്റെ ബാക്കിയാണ് അടുത്ത ജനറേഷൻസിൽ അനുഭവിക്കുന്നത് അല്ലേ. അതുപോലെ ഇവിടെ എന്താണ്, അവരുടെ കേഴ്സ് അവർ വിട്ടു പോകുന്നില്ല, അത് തുടർന്നുകൊണ്ട് പോവാണ് അല്ലേ. ഇപ്പോൾ യൂറോപ്യൻ ഇൻഫ്ലുവൻസ്, കൊളോണിയലിസം എവിടെ ഉണ്ടായി? ആഫ്രിക്കയിൽ ഉണ്ടായി എന്ന് കരുതി അത് ആ ജനറേഷനിൽ മാത്രം നിലനിൽക്കുന്നതല്ല, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് പിന്നെയും വരുന്ന ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കണം അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അറ്റ് ദ ബ്രിങ്ക് ഓഫ് ആൻ ഏജ്, ഒരു ഏജിൻ്റെ ടോപ്പിൽ നടന്ന കാര്യം എന്താണ്? അത് വീണ്ടും ആളുകളെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കുന്നു. ദാറ്റ് റോസ് ഫ്രം ദ ഗ്രോപ്പിംഗ് ലിപ്സ് എ ബ്രസ്റ്റ് മ്യൂട്ടഡ് ക്രൈ ടു ദ ത്രെഡ് ദ ഇയേഴ്സ്. ഓ വെർ ഐ ടു ചൂസ്. അപ്പം എന്താണ്, ഇദ്ദേഹത്തിന് തന്നെ എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാവുകയാണ്. ദിസ് ക്രൈ ഇമാനേറ്റിംഗ് ഫ്രം ദ ലിപ്സ് ദാറ്റ് ആർ സെർച്ചിങ് ഓർ ഗ്രാസ്പിംഗ് ഫോർ സംതിങ് ക്യാരീസ് വിത്ത് ഇറ്റ് വെയ്റ്റ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഇമോഷൻസ്. അപ്പോൾ ഇങ്ങനെ ഒരു ജനറേഷനിൽ ഉണ്ടായ കൊളോണിയലിസം ഇല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വർഷങ്ങൾക്ക് ശേഷവും നമ്മുടെ പോയറ്റിനെയും ഭയങ്കരമായിട്ട് ബാധിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയുന്നില്ല താൻ എന്ത് ചൂസ് ചെയ്യണം, തൻ്റെ കൾച്ചർ ചൂസ് ചെയ്യണോ അതോ മൊഡേണിറ്റി അല്ലെങ്കിൽ മോഡേൺ ജനറേഷൻ, അല്ലെങ്കിൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ചൂസ് ചെയ്യണോ, അല്ലെങ്കിൽ എൻ്റെ ട്രഡീഷനെ ഞാൻ സ്വാധീനിക്കണോ, അല്ലെങ്കിൽ ആ ട്രൈബിനെ ഞാൻ ഫോളോ ചെയ്യണോ എന്നറിയാതെ അദ്ദേഹം എന്നാണ്, ഹീസ് ഇൻ എ കൺഫ്യൂഷൻ. ദാറ്റ്സ് വാട്ട് ഹീ സേ വേർ ഐ ടു ചൂസ്. ഓ ഞാൻ എന്ത് ചൂസ് ചെയ്യണം എന്നെനിക്കറിയുന്നില്ല എന്നുള്ള രീതിയിൽ പോയിട്ട് പറയുന്നു. ഓക്കെ, ബിക്കോസ് the thread to the ear suggests that the cry is woven into the fabric of time, becoming a part of speaker's history. അതായത് ഈ മുമ്പ് കടന്നു പോയി കഴിഞ്ഞാൽ ഈ സ്ലേവറിയും കൊളോണിയലിസും ഒക്കെ തന്നെ എന്താണ്, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അത് നിലനിൽക്കെ അദ്ദേഹം ഏത് ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷന് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഒരു സെൻസ് ഓഫ് ലോങ്ങിങ് ഇല്ലെങ്കിൽ ഡിസയർ ഉണ്ട്, എന്തിന്, ആ സിറ്റുവേഷൻ ഇല്ലെങ്കിൽ ആ പഴയതിനെ കൂടെ നിർത്തണമെന്ന്. പക്ഷേ അദ്ദേഹത്തിന് എന്തും കൂടിയുണ്ട്, മുമ്പ് നമ്മുടെ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാനും അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. സോ ഹീ ഈസ് അറ്റ് എ പൊസിഷൻ വെയർ ഹീ കനോട്ട് ടേക്ക് എ ഡിസിഷൻ. ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത്. ആൻഡ് നൗ ദ ക്ലോസ് ഓഫ് 1:30 turns, the world of bones is Babel, and is different tongue with our flames, the head continually burning. And now the close of 1:30 runs. അപ്പോൾ ഇപ്പം അദ്ദേഹത്തിന് 31 വയസ്സായി. ഈ കവിത എഴുതുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാനിപ്പോൾ 31 വയസ്സ് എനിക്കായി അല്ലേ, നല്ലൊരു പ്രായമാണ്, എന്താണ് ഒരു ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വരേണ്ട സമയമാണ്. ദ വേൾഡ് ഓഫ് ബോൺ ഈസ് ബേബിൾ. പക്ഷേ എന്താണ്, എൻ്റെ ചുറ്റുമുള്ള ലോകം എന്ന് പറയുന്നത് ബേബിൾ പോലെയാണ്. ബേബിളിൻ്റെ പ്രത്യേകത എന്താണ്? ബേബിളിലെ ജനങ്ങൾ യൂണിറ്റിയോടുകൂടി ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഗോഡിൻ്റെ കേഴ്സ് കാരണം അവർ പല ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരായിട്ട് മാറി. അതുപോലെ ഈ ആഫ്രിക്കൻ ട്രൈബ്സ് എങ്ങനെയാണ്, ഒരു ട്രൈബ് തുടരുന്ന രീതികളായിരിക്കില്ല മറ്റേ ട്രൈബ് തുടരുന്നുണ്ടാവുക, അവർക്ക് ലാംഗ്വേജിൽ ഡിഫറൻസ് ഉണ്ടാവും. അതുപോലെ ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് ചൂസ് ചെയ്യണോ ട്രൈബൽ ലാംഗ്വേജ് ചൂസ് ചെയ്യണോ, ഏത് കൾച്ചർ എടുക്കണം എന്നറിയാതെ ഹീ ഈസ് ഓൾസോ എ പേഴ്സൺ ലൈക്ക് ഇൻ എ ബേബിലുള്ള ഒരു ജനത്തെ പോലെ, ഒരാളെ പോലെ ആർക്കും തോന്നുകയാണ്, നമ്മുടെ പോയറ്റിനും തോന്നുകയാണ്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ ഹാപ്പനിങ് ബിക്കോസ് ദ കൊളോണിയലിസം, ദ ഇൻഫ്ലുവൻസ് ഓഫ് ഫോറിൻ കൺട്രീസ് കാരണമാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. ദ ഡിഫറെൻറ്റ് ടങ്സ് വിത്തിൻ ആർ ഫ്ലെയിംസ് ദ ഹെഡ് കണ്ടിന്യൂലി ബേണിങ്. അപ്പോൾ ഈ ചിന്ത അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, ബേൺ ചെയ്യുന്നു, ഇല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൂടുതൽ കൺഫ്യൂഷൻ ആക്കുന്നു, ഇല്ലെങ്കിൽ കൂടുതൽ പ്രോബ്ലമാറ്റിക് ആക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ദ കോംപ്ലക്സിറ്റി, ഓക്കെ, വിച്ച് വോണ്ട് ടു ചൂസ് എന്നുള്ളത് വരെയാണ്. ആൻഡ് ഓ ഓഫ് ദിസ് ഡാർക്ക് ഹാലോ വെയർ ദ ടയേർഡ് ഹെഡ് ഫ്രീ, ആൻഡ് വെൻ ദ Harmattan of days has parched the throat and the skin, sucked the fever of the head away.
എന്താണ് നെക്സ്റ്റ് പറയുന്നത്? ആൻഡ് ഓഫ് ദിസ് ഡാർക്ക് ഹാലോ വെയർ ദ ടയേർഡ് ഹെഡ് ഫ്രീ. എന്താ പറയുന്നത്? ഡാർക്ക് ഹാലോ സറൗണ്ട്സ് എ വെരി ഇൻഡിവിജ്വൽ സജസ്റ്റിംഗ് എ ബേർഡൻ ഓർ എ സ്ട്രഗിൾ. ഇതെന്ത് ചെയ്യുന്നു? ഇദ്ദേഹത്തിൻ്റെ മുകളിലൊരു ബേർഡൻ പോലെ നിൽക്കുകയാണ്. ഓക്കെ, ഹീ നീഡ്സ് ഫ്രീഡം, ഹീ ഡിസയേഴ്സ് ഫ്രീഡം is to express indicating the longing to escape or find relief from weariness. അതായത് ഏത് ചൂസ് ചെയ്യണം എന്നുള്ള ആ ഒരു ടയേർഡ്നെസ്സിൽ നിന്നും ഒരു ഫ്രീഡം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ താൻ സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും എന്തല്ല, ദേ ആർ നോട്ട് ഫ്രീ അല്ലേ? ഇപ്പോൾ കോളനികൾ ബ്രിട്ടീഷുകാരൊക്കെ കോളനികൾ റിലീസ് ചെയ്തു. പക്ഷേ ഒരിക്കലും എന്താവില്ല, മുമ്പുണ്ടായിരുന്ന ഒരു സമൂഹം പോലെ അവിടെ വീണ്ടും ഉണ്ടാവില്ല. അവിടെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും, ഒരു കറക്റ്റ് ഭരണകൂടം ഉണ്ടാവണം എന്നില്ല. അപ്പോൾ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ആ ഒരു ഡാർക്ക്നെസ്സിൽ നിന്നും അവർക്ക് എന്തില്ല, മോചനമില്ല. സോ ദേ ആർ ടയേർഡ് ഓഫ് തിങ്കിങ് അബൌട്ട് ഇറ്റ്. പിന്നെ പറയുന്നത് ഹെർമാറ്റൻ എന്ന് പറയുന്ന ഒരു ക്ലൈമറ്റാണ്. ഓക്കെ, ഹെർമാറ്റൻ എന്ന് പറയുന്ന ഒരു സീസണാണ്, ഒരു വെതറാണ്. അത് ആഫ്രിക്കയിലെ വെതറാണ്. ആ സമയത്ത് എന്താണ്, ഭയങ്കര ഡ്രൈ സീസണാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മുടെ തൊണ്ടയും സ്കിന്നും ഒക്കെ തന്നെ പനിയും ഒക്കെ ബാധിച്ച് നമ്മൾ ഫുൾ ഡ്രൈ ആക്കി കളയും. ഓക്കെ, അപ്പോൾ അതുപോലെ ഡ്രൈ ആയി എന്ന് അദ്ദേഹം പറയാണ്. ഓക്കെ, yet relieving fever or distress from the head illustrate toll of changes and the eventual elevation of suffering. ഈ ഒരു ഹെർമാറ്റൻ സീസൺ കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് ഈ ജനങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റാണ്. ഓക്കെ, ആ ഒരു ക്രൈസിസാണ്, അവരുടെ ഉള്ളിൽ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയുള്ള ആ ഒരു ക്രൈസിസാണ് അദ്ദേഹം പറയുന്നത്. ആളുകളുടെ ഉള്ളിൽ എപ്പോഴും എന്തുണ്ട്, ആ കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, ഏത് ചൂസ് ചെയ്യണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാത്ത ആ ഒരു അവസ്ഥയുണ്ട്. അവരുടെ മുമ്പിൽ കുറേ സഫറിങ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ സ്ലേവറിയുടെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. Then the massive dark descends of flesh and bone are raised. And oh, were I to choose, I would rather the worms and silence seek in stone. അവസാനമായിട്ട് പറയുന്ന അദ്ദേഹം എന്താണ്, ദ മാസീവ് ഡാർക്ക് ഡിസെൻസ് ആൻഡ് ഫ്ലഷ് ആൻഡ് ബോൺ ആർ റേസ്ഡ്. അതായത് അദ്ദേഹം മരണത്തെക്കുറിച്ച് പറയാണ് കേട്ടോ. ഓക്കെ, അതായത് അദ്ദേഹം പറയുന്നത് ഐ വോണ്ട് ടു അവോയ്ഡ് ദിസ് കൺഫ്യൂഷൻ ബൈ ഡെത്ത്. എനിക്ക് മരണം വഴിയേ ഇനി എന്ത് കിട്ടുള്ളൂ, ഇതിനൊക്കെ ഉത്തരം കിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് മരിച്ചാൽ മതി, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വരുന്നത്. ഓക്കെ, സോ സൈലൻ്റ് ആയിരിക്കുന്നതിനേക്കാൾ അദ്ദേഹത്തിന് ഏത് ചൂസ് ചെയ്യണം എന്നറിയാത്തതുകൊണ്ട് ആ കൺഫ്യൂഷനിൽ എന്താണ്, അദ്ദേഹം സൈലൻ്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന് എഴുതാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്ത് പറയണം, തന്നെ പോലെ എല്ലാവരും ചൂസ് ചെയ്യില്ലല്ലോ എന്നുള്ള കൺഫ്യൂഷൻസ് അദ്ദേഹത്തിൻ്റെ ഇടയിലുണ്ട്. ഓക്കെ, അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവർ ചെയ്യണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ അദ്ദേഹത്തിന് എന്താണ്, സൈലൻ്റ് ആയിരിക്കേണ്ടി വരുന്നു. അപ്പോൾ സൈലൻസ് മീൻസ് ഡെത്ത് ആണെങ്കിൽ എന്താണ് അത്, ദ ചൂസിങ് സൈലൻസ് ഇൻ സ്റ്റോൺ ഓവർ ബീങ് കൺസ്യൂംഡ് ബൈ വേംസ്. എന്താണ്, പുഴു അരിക്കുന്നതിനേക്കാൾ നല്ലത്, ഈ ചിന്തക്ക് ഇല്ലെങ്കിൽ ആ ഫ്ലഷിന് ഒക്കെ പുഴു അരിക്കുന്നതിനേക്കാൾ നല്ലത് പകരം എന്താണ്, ഡെത്താണ് എന്ന് പറയാണ്. ഓക്കെ, ഡെത്ത് ആൻഡ് ടേണിങ് ഇൻ ടു എ സ്റ്റോൺ, ഒരു കല്ലായി മാറിയാൽ മതി അല്ലേ. ശരീരമായി നിൽക്കുകയാണെങ്കിൽ അതിലേക്ക് എന്ത് വരും, പുഴുക്കൾ വരും. അപ്പോൾ എനിക്കൊരു സ്റ്റോൺ ആയിരുന്നാൽ മതി എന്ന് പറയണം. ഓക്കെ, അപ്പോൾ സ്റ്റോൺ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഹി ഡിസൈർസ് ഫോർ ഇമ്മോർട്ടാലിറ്റി ആൻഡ് ലാസ്റ്റിംഗ് പ്രസൻസ് ബിയോണ്ട് ഫ്ലഷ് ആൻഡ് ബോൺ. അതായത് എന്നും നിലനിൽക്കുന്നതിനേക്കാളും എന്താണ്, ഇമ്മോർട്ടലായിരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. ഓക്കെ, സ്റ്റിൽനെസ് എന്താണ്, എല്ലാത്തിനും ഒരു സ്റ്റോപ്പേജ് പോലെ അല്ലേ, ഒരു പ്രതിഭ പോലെ നിൽക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ തീംസ് എന്ന് പറയുന്നത്, കെയോസ് ആൻഡ് കൺഫ്യൂഷൻ. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കൺഫ്യൂഷനും തർക്കങ്ങളും ഒക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ കൊളോണിയലിസം എന്തൊക്കെ ചേഞ്ചസ് ആണ്, കൊളോണിയലിസം വേഴ്സസ് പോസ്റ്റ് കൊളോണിയലിസം ആണ് വരുന്നത്. പിന്നെ എക്സിസ്റ്റൻഷ്യലിസം, തൻ്റെ എന്താണ് ഐഡൻറ്റിറ്റി എന്താണ്, താൻ എന്താണ് എന്നറിയാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ സ്ട്രഗിൾസ് ഓഫ് സ്ലേവ്സ് നമുക്കിതിൽ മനസ്സിലാവും. പിന്നെ ബിബ്ലിക്കൽ റെഫറൻസസ് ടു ബാബിൾ, കെയിൻ ആൻഡ് ആഡം, ഇത് മൂന്നും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ കവിതയിൽ പറയുന്നത്, ഇദ്ദേഹം ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.